175 കോടി ചെലവിട്ടിട്ടും എമ്പുരാൻ വെറും തട്ടിക്കൂട്ട് പടത്തിന്റെ സ്വഭാവത്തിലാണ് രൂപകൽപ്പന. അതിലൊരു ന്യൂനപക്ഷ പ്രീണന അജണ്ട വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും വരുന്നില്ല. താടി വച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ ആരും അറിയാതെ കുറെയൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറെ വിഷമകരമായ വസ്തുത എന്തെന്നാൽ ടോവിനോയുടെ ബോഡി സ്റ്റൈലിലും ലുക്കിലുമുള്ള അപ്പർ ഹാൻഡ്സ് ഈ പടത്തിലൂടെ വ്യക്തമായി പൃഥ്വിരാജ് നശിപ്പിച്ചിട്ടുണ്ട്. ടോവിനോയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അതിന് പറ്റിയ ദുർബലത രജിസ്റ്റർ ചെയ്യുന്ന സീനുകളും രീതികളും വളരെ വ്യക്തമായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗാനങ്ങളിൽ കൃത്യമായ വർഗീയ ചുവയുള്ള വരികൾ കുത്തിത്തിരുകി സ്വജന താൽപര്യ പ്രീതിയും നടത്തിയിട്ടുണ്ട്. ക്ലൈമാക്സിനോടനുബന്ധിച്ച് പൃഥ്വിരാജിന്റെ എൻട്രിയിൽ വില്ലനെ കൊല്ലുന്ന അവസരത്തിൽ പാകിസ്ഥാനി പട്ടാണി വേഷം ധരിച്ച് അതിന് വ്യക്തമായ ഒരു ജാതീയ സ്വഭാവം കൊടുത്തിട്ടുണ്ട്. പടത്തിന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നുള്ളത് തികച്ചും ഒരു വലതുപക്ഷ കോൺഗ്രസ് വർഗീയ പ്രീണന അജണ്ടയെ സഹായിക്കാനും ഹിന്ദുത്വ പോഷണ സംഘടനകളെ എതിർക്കാനും വേണ്ടിയുള്ള ടൂളായി കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യൻ ഹിന്ദി സംസ്കാരവും കേരള സംസ്കാരവും തമ്മിൽ പരസ്പരം ഇരുചേരിയിലാണെന്ന രീതിയിൽ നിൽക്കുന്ന ഒരുതരം അജണ്ട വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളോടൊപ്പം തന്നെ പാരലായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോജിയുടെ പണി എന്ന സിനിമയിലെ ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്ന സീൻ അതേപടി തന്നെ ഈ പടത്തിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള ഫഹദ് ഫാസിലിന്റെയോ ജോജിയുടെയോ വെയ്സലിന്റെയോ പടങ്ങളുടെ അടുത്തെത്താൻ പോലുള്ള നിലവാരം ഈ പടത്തിനില്ല. ടിവിയിലും മറ്റു മാധ്യമങ്ങളിലും കുത്തിയിരുന്ന് പ്രൊമോഷനുകളിൽ പല നടന്മാരും പറയുന്ന ഹൈപ്പിന്റെ 10-1 ഭാഗം പോലും ഈ പടത്തിൽ കാണാൻ കിട്ടില്ല. കുറെ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നതും കുറെ വിദേശികളെ പടത്തിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് എന്നതും ഒഴിച്ചാൽ വെറുതെ ഇരുന്ന് സമയം കളയാം എന്നല്ലാതെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. എനിക്ക് എമ്പുരാൻ ആദ്യത്തെ ഷോയിൽ തന്നെ കാണാൻ അവസരം കിട്ടി. ഒരു കലാ ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പടം ഇഷ്ടപ്പെട്ടവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കുന്നതോടൊപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. നുണ എത്ര തന്നെ പറഞ്ഞാലും സത്യമാകില്ല. അത് മുരളി ആയാലും പൃഥ്വി ആയാലും മോഹൻലാൽ ആയാലും ചേറ്റിലാണ് തല്ലിയിരിക്കുന്നത്. അത് നീളെ തെറിക്കും. അനുഭവിക്കുക. വിനാശകാലയെ വിപരീത ബുദ്ധി. അല്ലാതെ എന്ത് പറയാൻ. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.